കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേഎല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ മുമ്പാകെ പകരുവിൻ. ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവ് മാത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. ആരും അറിഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഓർത്തില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. സ്തോത്രം. ആശ്രയിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്ത ദൈവം. പ്രിയരെ, ആരാശ്രയിക്കാൻ തയ്യാറായോ അവരെ അറിയുക മാത്രമല്ല, ആശ്രയിച്ച് ആരും ലജ്ജിച്ചു പോയില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യയെ പരിവർത്തിക്കും. വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച ആത്മാവ്, ഇരുടനെ മാറ്റിയ ആത്മാവ്, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമ്മുടെ മധ്യയെ ഉലാവുന്നുണ്ട്. ആ ദൈവസാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ലോകത്തിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ഗതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. യഹോവേ, നീ എൻ്റെ ആശ്രയമെന്ന് ദാവീദ് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, എൻ്റെ കാലഗതികളെ മാറ്റാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടുന്ന് മാത്രം ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്. അവിടുന്ന് സർവജ്ഞാനിയാണ്. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്. ഉയർന്നിരിക്കുന്നവനാണ്. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പ്രിയരെ, കൂടെ ഇരിക്കുമെന്ന് നാം ചിന്തിച്ച പലരും ഇന്നില്ലല്ലോ. പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടില്ലേ? സഹായിക്കാമെന്ന് പറഞ്ഞവർ എവിടെ? പക്ഷെ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നോക്കൂ, ഹാഗർ ആശ്രയിച്ച അബ്രഹാം ബർശബയിലില്ല. പക്ഷേ ഹാഗറെ എന്ന് വിളിക്കുന്ന ഒരുവൻ അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം. അവിടെ സഹായിച്ചില്ലേ? വാഗ്ദത്തത്തെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറയാൻ ഉള്ള ദൈവശബ്ദം ശക്തമായി മുഴങ്ങിയില്ലേ? പറഞ്ഞതിൻ്റെ സാരം, ആശ്രയമില്ലാതെ ആശയറ്റ മരണത്തെ ഫേസ് ചെയ്ത ഹാഗറിനും തൻ്റെ പൈതലിനും വേണ്ടി ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ഇറങ്ങി വന്ന് കാര്യവും വ്യവഹാരവും നടത്തി തൻ്റെ വാഗ്ദത്തത്തെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാനിടയായെങ്കിൽ പിതാക്കന്മാരെല്ലാം ആശ്രയിച്ചു, അവർ പരാജയപ്പെട്ടില്ല. ആവർത്തിച്ചു പറയുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വീണ്ടും ആവർത്തിച്ചു പറയാൻ നിയോഗമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പറയാൻ കഴിയും. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തിയല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ
ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായി തീരട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി 72-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത് വാക്യം. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രയേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശലോമോൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദരിദ്ര ജനത്തെ രക്ഷിക്കുന്ന, പീഡിപ്പിക്കുന്നവരെ തകർക്കുന്ന ഒരു ദൈവം, ന്യായം നടത്തുന്ന ദൈവം, നീതി നടത്തുന്ന ദൈവം. അവിടുത്തെ മുമ്പാകെ എല്ലാവരും വണങ്ങണമെന്നും സകല ജാതികളും അവിടുത്തെ സേവിക്കണമെന്നും. എന്നിട്ട് പറയുന്നു 13-ാം വാക്യം 12-ാം വാക്യം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുന്ന ദൈവമാണ്. എളിയവനെയും ദരിദ്രനെയും അവിടുന്ന് ഓർത്ത് അവരുടെ ജീവനെ രക്ഷിക്കുന്നു. പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കുന്നു. അവർ ജീവിച്ചിരിക്കും. പ്രിയരെ, ജീവനെതിരെ ഭീഷണിയുമായി പല ശക്തികൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബജീവിതത്തിനും ആത്മീയതയ്ക്കുമെതിരെ അണിയറയിൽ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ ജീവിക്കും, നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും, നമ്മൾ ദൈവത്തിൻ്റെ കരത്താൽ പിടിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ ജയിക്കാൻ പറ്റത്തില്ലെന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, യഹോവയായ ദൈവം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഒരറ്റത്ത് ഭീഷണിയുണ്ട്, ഒരറ്റത്ത് ആക്രോശങ്ങളുണ്ട്. ശരീരത്തിനും മൈൻഡിനെയും തകർക്കുവാൻ ശക്തമായി നിൽക്കുന്ന പ്രബല ശക്തികളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനല്ലേ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നിരുന്നു. 600,000 രഥവുമായി ഫറവോനും സൈന്യവും വെല്ലുവിളിച്ച്, ഞാൻ പിന്തുടരും, കൊള്ള പങ്കിടും, വാളൂരും നിഗ്രഹിക്കും, എൻ്റെ ആശ അവരാൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് തൊട്ട് പുറകെ നിൽക്കുക വാളൂരാൻ. പക്ഷേ ഇത് ഫറവോൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആഴിയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി, ആഴത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങി. ഒഴുകി നടന്നത് കല്ലുപോലെ നിന്നു. തൻ്റെ ജനം ആഴിയുടെ നടുവിലൂടെ അക്കരെ കടന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം മാത്രം അത്ഭുതം ചെയ്തു. തൻ്റെ ജനം അക്കരെ കടന്നപ്പോൾ, ഞാൻ ചരിത്രത്തിലേക്കല്ല പോകുന്നത്, ഭയങ്കര അത്ഭുതം. അങ്ങനെ ആഴിയെ കല്ലുപോലെ ആഴിയിലെ വെള്ളത്തെ നിർത്താൻ അതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ദൂത് വിളിച്ചോറ, ഇതുവരെ നടക്കാത്ത ചില ദൈവപ്രവർത്തികൾ അത്ഭുതം ചെയ്യുന്ന യഹോവയായ ദൈവത്തിന് കഴിയും. എന്തുകൊണ്ടാണ്? ജീവനെതിരെ നിൽക്കുന്നൊരു ആക്രോശം, തുടക്കത്തിൽ പറഞ്ഞ പോലെ പിടിക്കാൻ നിൽക്കുന്ന അതിൻ്റെ നടുവിൽ തൻ്റെ ജനം അക്കരെ കടന്നു. ഫറവോനും അവൻ്റെ ശക്തിയും ആ വെള്ളത്തിൽ മുങ്ങി താണുപോയി. മുമ്പ് പറഞ്ഞ പോലെ തൻ്റെ ജനമായ ഇസ്രായേൽ ജീവിച്ചു, അവർ ജീവിക്കും. അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറ, ഞാൻ ജീവിക്കും, എൻ്റെ കുടുംബം ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും, വിശുദ്ധിയിൽ ജീവിക്കും, ആത്മാവിൽ ജീവിക്കും, അഭിഷേകത്തോടെ ജീവിക്കും.
ഒരു ശക്തിക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ല. അവർ ജീവിച്ചില്ലേ? വിളിച്ചു പറയാമോ? ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന യഹോവയായ ദൈവം, അത്യുന്നതനായ ദൈവം, തലമുറയെ നമ്മുടെ സങ്കേതമായ ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരുഭൂമി വന്നപ്പോൾ കൊടും ചൂടായിരുന്നു, പക്ഷേ ഭയങ്കര അത്ഭുതമായി ദൈവം അവർക്ക് അഗ്നിമേഘസ്തംഭമായി രാത്രിയിൽ ഇറങ്ങി വന്നു. കൊടും തണുപ്പ്, അതിശൈത്യത്തിൽ ഹീറ്റർ പോലെ ദൈവം ഇറങ്ങി വന്നു. മരുഭൂമിയിൽ കൊടും ചൂടായിരുന്നു പകൽ, നമുക്കറിയാം. അവിടെ മേഘസ്തംഭമായി ഏസിയായി എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. അത്ഭുതമല്ലേ അത്? പിടഞ്ഞു വീഴുമെന്നും തകർന്നു പോകുമെന്നും വരണ്ടു പോകുമെന്നും ഒക്കെ പറഞ്ഞവരുടെ നടുവിൽ ശ്രേഷ്ഠകരമായി നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നത്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നതിനെ പറത്തി നിൻ്റെ അടുക്കൽ കൊടുത്തുവിട്ട ദൈവത്തിൻ്റെ കരം മറന്നുപോകരുത്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. യരിഹോവിൻ്റെ വ്യാപാരത്തെ തച്ചുടച്ച, യോർദാൻ്റെ ഒഴുക്കിനെ വന്നിടത്തേക്ക് തിരിച്ചുവിട്ട, ഫറവോൻ്റെ ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവം. നിങ്ങളുടെ ആത്മീകത്തിൽ ശുഷ്കിച്ചു പോയ അവസ്ഥകളെ പണിഞ്ഞ് പുറത്തു കൊണ്ടുവരുന്ന ദൈവം, പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്ന ദൈവം, ആത്മാവിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം, വെളിപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. അത്ഭുതങ്ങൾ ഇന്ന് പകൽ പ്രതീക്ഷിക്കൂ. ദൈവമേ, ഈ പകലൊന്ന് പ്രാർത്ഥിക്കൂ. ഞങ്ങൾ വേദനയോടെ ഉറ്റുനോക്കുന്ന വിഷയത്തിന്മേൽ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരും പരാജയപ്പെട്ട വിഷയം, കൺട്രോൾ പോയ വിഷയം, നിയന്ത്രണം നഷ്ടപ്പെട്ടത് ഇന്ന് പകൽ അത്ഭുതം ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളത് ആത്മാവിൽ കാണും. ഇന്നും അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ ആളങ്ങൾ വീര്യപ്രവർത്തികളാൽ അവിടുത്തെ ജനത്തെ ഉറപ്പിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അത് ശരീരത്തിൽ തിരിച്ചറിയട്ടെ, തലമുറകൾ വരട്ടെ, കുടുംബ ജീവിതത്തിലുണ്ടാവട്ടെ, അഭിഷക്തന്മാരിലുണ്ടാവട്ടെ. ഇന്ന് പകൽ വലിയ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. താൻ മാത്രം അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകും. അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം, അടയാളം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.